സാന്റാക്ലോസ് ക്രിസ്മസ് കാലമായി കഴിഞ്ഞാൽ കരോൾ സംഘങ്ങളുടെ കൂടെയോ അല്ലാതെയൊക്കെ നമ്മൾ ക്രിസ്മസ് ഫാദറിനെ അല്ലെങ്കിൽ ഈ സാന്റാക്ലോസിനെ കാണാറുണ്ടല്ലേ. സത്യത്തിൽ ആരാണ് ഈ സാന്റാക്ലോസ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, നമ്മൾ ഇന്ന് ഈ കാണുന്ന വെള്ളത്താടിയും ചുവന്നുടുപ്പും കുടവയറും ഒക്കെയുള്ള സാന്റാക്ലോസിനെ ഈ കൊക്കക്കോള കമ്പനിയാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിക്കോളാസ് എന്ന മനുഷ്യൻ സാന്റാക്ലോസായി മാറിയ രസകരമായൊരു കഥയാണ്. ഏകദേശം 1700 വർഷങ്ങൾക്ക് മുൻപ്, അതായത് AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസ് എന്ന ബിഷപ്പിൽ നിന്നാണ് സാന്റാക്ലോസ് കഥകൾക്ക് തുടക്കമാകുന്നത്. യഥാർത്ഥത്തിൽ സെന്റ് നിക്കോളാസിനെ പറ്റിയുള്ള കൃത്യമായ ചരിത്രരേഖകൾ കുറവാണെങ്കിലും ചില രേഖകൾ പറയുന്നത് അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയും ദാനധർമ്മശീലനുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നതാണ്. അത്തരം കഥകളിലൊന്ന് ഇങ്ങനെയാണ്. ഒരിക്കൽ ദരിദ്രരായ 3 പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പണമില്ലാതെ വന്നപ്പോൾ അദ്ദേഹം രാത്രിയിൽ ആരും കാണാതെ അവരുടെ വീടിന്റെ ജനാലയിലൂടെ സ്വർണ്ണ നാണയങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ആ നാണയങ്ങൾ ചെന്ന് വീണത് ഉണക്കാനായി ഇട്ടിരുന്ന സോക്സുകൾക്കുള്ളിലായിരുന്നു. അങ്ങനെയാണ് ക്രിസ്മസ് സ്റ്റോക്കിംഗ് തൂക്കുന്ന രീതികൾക്ക് തുടക്കമായത് എന്നുമാണ് ആ കഥ. സെന്റ് നിക്കോളാസിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ കഥകൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും വ്യാപിക്കുന്നത്. നാവികരുടെ രക്ഷകനും കുട്ടികളുടെ സംരക്ഷകനുമായൊക്കെയുള്ള കഥകൾ യൂറോപ്പിലുടനീളം പടരാൻ ആരംഭിച്ചു. എന്നാൽ അതിൽ ചിലതൊക്കെ അതിഭാവകത്വമുള്ള അത്ഭുത കഥകൾ കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഡച്ചുകാർ അദ്ദേഹത്തെ വളരെ ഭക്തിയോടെയാണ് കണ്ടിരുന്നത്. അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സിന്റർക്ലോസ് എന്നായിരുന്നു. പിന്നീട് ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ സിന്റർക്ലോസിന്റെ കഥകളെയും അവർ കൂടെ കൂട്ടി. അമേരിക്കയിൽ എത്തിയതോടെ സിന്റർക്ലോസ് എന്ന പേര് അവിടുത്തുകാരുടെ നാവിനിണങ്ങും വിധം സാന്റാക്ലോസ് എന്നായി മാറി. പേര് പലതും മാറിയെങ്കിലും സാന്റയുടെ വേഷവും രൂപവും അന്നുവരെ ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. അന്നുവരെയുള്ള ചിത്രങ്ങളിൽ സാന്റയ്ക്ക് മെലിഞ്ഞ ശരീരവും പച്ചയോ നീലയോ നിറമുള്ള കുപ്പായങ്ങളുമായിരുന്നു. ചില ചിത്രകാരന്മാർ ചുവന്ന കുപ്പായം ധരിച്ച സാന്റയെ വരച്ചിരുന്നെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന സാന്റയായി മാറുന്നത് 1931-ലാണ്. ആ കാലത്താണ് കൊക്കക്കോള കമ്പനി അവരുടെ പരസ്യങ്ങൾക്കായി സാന്റാക്ലോസിനെ അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഹാർഡൻ സൺബ്ലോം എന്ന ആർട്ടിസ്റ്റ് കൊക്കക്കോളയുടെ ബ്രാൻഡ് കളറായ ചുവപ്പും വെളുപ്പും നിറങ്ങളിൽ സാന്റയ്ക്ക് പുതിയ രൂപം നൽകി. കൂടെ ആപ്പിൾ പോലത്തെ കവിളും വലിയ കുടവേറും ചിരിക്കുന്ന മുഖവും വെളുത്ത താടിയും. ആ പരസ്യം വൻ വിജയമായതോടെ സാന്റയുടെ പഴയ രൂപം എല്ലാവരും മറന്നു. പിന്നീട് ഹാർഡൻ കൊക്കക്കോള കമ്പനിക്ക് വേണ്ടി വരച്ച സാന്റയുടെ രൂപം ലോകമെമ്പാടും ഏറ്റെടുത്തു. കഥയും ചരിത്രവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്രിസ്മസ് രാവുകളിൽ സ്നേഹസമ്മാനങ്ങളുമായി എത്തുന്ന സീക്രട്ട് സാന്റ കൗതുകമുള്ളൊരു സങ്കല്പം തന്നെയാണ്.